പണം വാരിയെറിഞ്ഞ് പണക്കാരെ പാട്ടിലാക്കുക, കൊട്ടാര സമാനമായ വീട് കാട്ടി പണക്കാരെ വിശ്വാസത്തിലെടുക്കുക, അതിസമ്പന്നരായ ബിസിനസ്സുകാരുടെയും വ്യവസായികളുടെയും കണ്ണിൽ പൊടിയിട്ട് കോടികളാണ് റോഷൻ സൽദാന എന്ന മംഗളൂരുകാരൻ വെട്ടിച്ചത്. ചുരുങ്ങിയ പലിശയിൽ 500 കോടി രൂപ വരെ വായ്പയായി വാഗ്ദാനം ചെയ്താണ് ഇയാൾ ബിസിനസ്സുകാരെ സമീപിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ പുറത്തുവെച്ച് ഡീൽ ഉറപ്പിക്കും. അതിനുശേഷം ആഡംബര വീട്ടിലേക്ക് ക്ഷണിക്കും. തൻ്റെ വാക്ചാതുര്യം കൊണ്ട് ഇരകളെ കറക്കി വീഴ്ത്തും. ആഡംബര വീട് കാണുമ്പോൾ തന്നെ തട്ടിപ്പിനിരയായവർ വിശ്വാസത്തിലായി. തുടർന്ന് വായ്പയെടുക്കാൻ സന്നദ്ധരായാൽ ഇവരിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ കോടികൾ വാങ്ങിയെടുത്ത് മുങ്ങുകയാണ് ഇയാളുടെ പതിവ്. മംഗളൂരുവിലെ 2 വ്യവസായികൾ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. പോലീസോ അപരിചിതരായ വ്യക്തികളോ വീടിന് മുന്നിലേക്ക് വന്നാൽ വീടിനുള്ളിൽ പ്രത്യേകം സജ്ജീകരിച്ച രഹസ്യ അറകളിലേക്ക് ഇയാൾ മാറും. പൊടിയിട്ട് നോക്കിയാൽ പോലും കണ്ടുകിട്ടില്ല എന്നർത്ഥം. തന്ത്രപരമായി മംഗളൂരു നഗരത്തിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഇയാളെ പോലീസ് കുരുക്കിയത്. ഇതുവരെ 45 കോടി രൂപയോളം ഇയാൾ വെട്ടിച്ചിട്ടുണ്ടെന്നാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ ആളുകൾ പരാതിയുമായി വരും ദിവസങ്ങളിൽ രംഗത്തെത്തുമെന്നാണ് പോലീസ് കരുതുന്നത്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.